അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി ഒരു പോസ്റ്റ് വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയും കൊണ്ടാണ്. എല്ലാത്തിനും പറ്റിയൊരു കറിയാണ്. ഗ്രേവിയാണെങ്കിൽ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്നാൽ ശരി, നമുക്കൊട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും സപ്പോർട്ടും തരണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റൂ. എന്നാൽ ശരി, നമുക്കൊട്ടും തന്നെ സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു 6 മുട്ട എടുത്തിട്ട് പുഴുങ്ങിയിട്ട് ഞാൻ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് എണ്ണയിൽ കുറച്ച് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. അധികം പൊരിയൊന്നും വേണ്ട, എന്നാലും കുറച്ചൊന്ന് നല്ലൊരു രീതിയിലാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു മുട്ട എൻ്റെ കയ്യിൽ നിന്ന് തൊലി കളയുമ്പോൾ ഒന്ന് പൊട്ടിപ്പോയിരുന്നു, അത് സാരമില്ല അല്ലേ. എന്നാൽ ശരി, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകമാണ്, നല്ല ജീരകം ചേർത്ത് കൊടുത്ത് പൊട്ടുമ്പോൾ അതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ ഇതായി വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് ഉള്ളി അതിന് പൊടിയായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കുക. നല്ല കളറൊക്കെ മാറുന്നത് പോലെ തന്നെ വാട്ടിയിട്ടെടുക്കണം. അധികം കളറ് മാറണ്ട, എന്നാലും മാറിയും വേണം. ഉള്ളി ഇങ്ങനെ കടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ഇതിൽ പാകത്തിൽ നമുക്ക് വാട്ടിയിട്ടെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വാടിയിട്ടൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളതിലേക്ക് നല്ലതുപോലെ വാടി വരുമ്പം പിന്നെ നമ്മളതിലേക്ക് 1 ടീസ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കണം. പിന്നെ ഒരു തക്കാളിയാണ്, ചെറിയൊരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഇങ്ങനെ നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം. തക്കാളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു തക്കാളിയാണ്, ബാക്കി നമുക്ക് ഒരു 2.5 ടീസ്പൂണോളം ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് വെക്കണം. ഇനി നമ്മൾ ചേർക്കേണ്ടത് 1/4 കപ്പ് തൈര്, നല്ല കട്ടിയിൽ തൈര് എടുക്കുക. തൈരിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, അതേപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കണം. നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഉള്ളിയും തക്കാളി ഇതൊക്കെ വാടി വന്നിട്ടില്ലേ, അതിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു മസാലക്കറിയാണിത്. നല്ലതുപോലെ തന്നെ എല്ലാത്തിനും നെയ്ച്ചോറിന് വരെ നമുക്കിത് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. തൈര് ഒഴിച്ച് പുളിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കുക. മസാലയൊക്കെ ചേർത്തതിന് ശേഷം മസാലയും ഉള്ളിയൊക്കെ നല്ലതുപോലെ ഇതേപോലെ ഇളക്കി എണ്ണ തെളിയുന്നുണ്ടല്ലോ, ആ എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരും, നിങ്ങൾ കാണുന്നുണ്ടാവും. എണ്ണ തെളിയുന്നത് വരെ ഇത് നല്ലതുപോലെ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് അതേ മസാലയിൽ അതിൽ തന്നെ കുറച്ച് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മുട്ടയുണ്ടല്ലോ അതിങ്ങനെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. കാരണം മുട്ടയും മസാലയൊക്കെ ഒരു നല്ല സെറ്റാകുന്നത് വരെ നമുക്ക് അടച്ച് വെക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ മുട്ടക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി നോക്കുക. ഇനി നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഒട്ടും സമയമില്ലായിട്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ്
നിങ്ങളെല്ലാവരും സപ്പോർട്ടും തരണം കേട്ടോ. നിങ്ങളെല്ലാവരും ലൈക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കാം. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്ക് പറയാം. ഇനി നമ്മളെ മുട്ടക്കറിയൊക്കെ നല്ലതുപോലെ ശരിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂണോളം നമ്മളെ കസ്തൂരി മേത്തിയിലെ ഉലുവപ്പൊടി അതൊരു കയ്യിലെടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് പൊടിച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെ കറിയൊന്ന് ഓഫാക്കിയിട്ട് വെക്കാം. നല്ലതുപോലെ പാകത്തിന് കുറുകി വന്നിട്ട് നല്ല അടിപൊളിയായി സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളോട് എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.